ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ലൊരു പ്രത്യേകത ഉള്ളത് ഇത്തവണ വനിതാ പോളിംഗ് സ്റ്റേഷനുകൾ കൂടി ഇത്തവണത്തെ വോട്ടിങ്ങിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ എറണാകുളം ജില്ലയിൽ 14 വനിതാ പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ഞാനിപ്പോഴുള്ളത് തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനിലാണുള്ളത്. ഇവിടെ രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടിരുന്നത്. നല്ല രീതിയിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. ആദ്യത്തെ 1 മണിക്കൂർ ഇത്തിരി നേരം മെഷീൻ തകരാറ് കാരണം പോളിംഗ് തടസ്സപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ നല്ല രീതിയിലുള്ള പോളിംഗ് ആണ് നടക്കുന്നത്. ഇവിടെ വനിതാ പോളിംഗ് സ്റ്റേഷൻ്റെ പ്രത്യേകത സുരക്ഷയ്ക്കും പ്രിസൈഡിംഗ് ഓഫീസേഴ്സും മറ്റു ഉദ്യോഗസ്ഥരും എല്ലാം വനിതകളാണ്. നമുക്ക് ഈ ഉദ്യോഗസ്ഥയോട് ചോദിക്കാം, എങ്ങനെ പുരോഗമിക്കുന്നു പോളിംഗ്? സാമാന്യം നല്ല തിരക്കുണ്ട്. 7 മണിക്ക് തന്നെ ഇല്ല, 7 മണിക്ക് ആരംഭിച്ചില്ല. ഇവിടെ മെഷീൻ കുറച്ച് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് പുതിയത് വേറെ മാറ്റി വന്നാണ് ചെയ്തത്. എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ എത്ര മണിക്കൂറായി വന്നിട്ട്? കുറച്ച് നേരമായിട്ടുള്ളൂ വന്നിട്ട്. കുഴപ്പമൊന്നുമില്ല, തിരക്കൊന്നുമില്ല. കുറച്ച് നേരമായുള്ളൂ വന്നിട്ട്, അധികം നേരമായില്ല. ഇതിനകത്ത് വനിതകൾ മാത്രമല്ല, ഈ പ്രിസൈഡിംഗ് ഓഫീസേഴ്സും മറ്റു ഉദ്യോഗസ്ഥരുമെല്ലാം വനിതകളാണ്. നല്ല രീതിയിലുള്ള പോളിംഗ് ആണ് ഈ പോളിംഗ് സ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ വനിതാ പോളിംഗ് സ്റ്റേഷൻ വീതമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത് തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനാണ്. ഇൻഫൻറ്റ് ജീസസ് സ്കൂളിലെ 117 ബൂത്ത് നമ്പറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നല്ല രീതിയിൽ തന്നെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്.